യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. മറ്റുള്ള മതങ്ങളിലുള്ളവർക്ക് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് പ്രശ്നമാണ്. കാരണം ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ നിഷേധിക്കുക എന്നുള്ളത്. കുട്ടിക്കാലത്തെ മദ്രസയ്ക്കുള്ളിൽ വെച്ച് ഓരോ മുസ്ലിമിന്റെയും ഉള്ളിൽ ഈ ചിന്താഗതി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവൻ വളർന്നു വലുതായി ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നാലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉറച്ചു കിടക്കും. അതുകൊണ്ട് തന്നെ ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിക്കാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും. അവന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. പിശാചിന് അത് മതി. ഇസ്ലാമിനകത്ത് നിന്നിട്ടായാലും ഇസ്ലാമിന് പുറത്തു പോയിട്ടായാലും അവൻ തന്റെ കൂടെ നരകത്തിലേക്ക് തന്നെ വരണം. ഒരിക്കലും അവൻ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച്